സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും രാത്രി യാത്രയ്ക്ക് നിരോധനമുണ്ട്. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അടുത്ത 3 ദിവസത്തേക്ക് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകി. തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. അടുത്ത ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും പിന്നീട് അത് അതിതീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട്. ഇത്തവണത്തെ കാലവർഷം ഇന്ന് ആൻഡമാനിൽ പ്രവേശിച്ചു. സാധാരണയിലും 3 ദിവസം മുൻപാണ് കാലവർഷം ആൻഡമാനിലെത്തിയത്. മെയ് 31 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെ ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ജില്ലയിൽ ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കും വിലക്കുണ്ട്. തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം താൽക്കാലികമായി അടച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി വരെ 1.5 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായേക്കും. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മത്സ്യബന്ധന വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ മത്സ്യബന്ധനത്തിന് കർശന വിലക്കേർപ്പെടുത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.